MT വിഷൻ ഇറക്കുന്ന 8ാമത്തെ CD ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഇയ്യാക നസ്തഈനും വഴിതിരിക്കുന്ന കോക്കസും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള CD-യാണ്. അതിന്റെ കോപ്പി ബഹുമാന്യ പണ്ഡിതൻ മൗലവി സുഹൈർ ചുങ്കത്തറ അബ്ദുള്ള സുല്ലമിക്ക് നൽകിക്കൊണ്ട് ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട്. അവരെ ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സ്റ്റേജുകൾ ഇല്ലാതെ, കസേരകൾ ഇല്ലാതെ, മൈക്ക് സെറ്റുകൾ ആവശ്യമില്ലാതെ നിശബ്ദമായ ഒരു ശബ്ദവിപ്ലവമാണ് MT വിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക്, വാടക പ്രസംഗകന്മാർ എന്ന് പറയപ്പെടുന്നവർക്ക് അത് വിഷമായി തോന്നുന്നുവെങ്കിൽ സത്യാന്വേഷികൾക്ക് അത് കഷായമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് പറയാതെ തന്നെ എല്ലാവരും അത് വാങ്ങുകയും കേൾക്കുകയും കേൾപ്പിക്കുകയും കൈമാറുകയും ചെയ്തുകൊണ്ടിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല MT വിഷന്റെ പിന്നിൽ കഠിനമായി പരിശ്രമിക്കുന്ന, അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇരുലോകത്തും അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. ഇയ്യാക നഅബുദു, നാഥാ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന കലിമത്തു തൗഹീദാണ്. അതിന്റെ പ്രായോഗിക രൂപമോ ആരാധനയുമാണ്. ആരാധനയോ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം മാനവരാശിയെ തെര്യപ്പെടുത്തി. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. മറ്റാരോടുമുള്ള ആരാധനയും സഹായാർത്ഥനയും നിരാകരിക്കാനുള്ള ആഹ്വാനമായിരുന്നു അത്. അതംഗീകരിച്ചവർ സത്യവിശ്വാസികളായി. എങ്കിൽ സഹോദരങ്ങളെ, ഈ മഹത്തായ വാചകത്തോട് പോലും ഇന്ന് ആളുകൾക്ക് പുച്ഛമാണ്. ആർക്കാണ് പുച്ഛം? നമ്മുടെ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാർക്ക്, നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. ആ പണ്ഡിതന്മാർക്ക് ഈ ആയത്തിനോട് പോലും പുച്ഛം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇബാദത്ത് എന്നാണ് അർത്ഥമെന്ന് ചില വിവരമില്ലാത്തവരോ വിവരമുണ്ടായിട്ടത് മൂടിവെക്കുന്നവരോ ഇപ്പോൾ വാദിച്ചു നടക്കുന്നു. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു, സഹായം തേടൽ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ ഉന്നയിച്ച ആരോപണം. അത് തെറ്റിപ്പറഞ്ഞതല്ല, മനഃപൂർവ്വം തന്നെയാണ്. ഈ പറയുന്ന, നിങ്ങൾ പറയുന്ന സഹായം തേടൽ പ്രാർത്ഥന തന്നെയാണ്. അതിലാർക്കാ തർക്കം? മുജാഹിദികൾ ഇന്നും പറയുന്നു. ഇനി പ്രാർത്ഥന എന്നുള്ള പദത്തെ പറ്റി ചർച്ച ചെയ്യണോ? ഈ ആളുകൾക്ക് തന്നെ എന്താണ് അർത്ഥമെന്ന് മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. കാരണം ഞങ്ങൾക്ക് ഇസ്തിഗാഥ ചെയ്യണമെങ്കിൽ അതിനുള്ള സഹായവും നിന്നിൽ നിന്ന് കിട്ടണം. ഇസ്തിഗാഥ ചെയ്യുന്നവർ ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന്റെ സഹായവും നിന്നിൽ നിന്ന് കിട്ടണം. എല്ലാം നിന്നിൽ നിന്നല്ലാതെ ഇല്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇബാദത്ത് സൃഷ്ടികളോട് പാടില്ല എന്നാണ് നിങ്ങളുടെ വാദം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സഹായം തേടൽ ഇബാദത്താണ്, അതുകൊണ്ട് അല്ലാഹുവിനോട് പാടില്ല എന്നത്. എന്നെ തെറ്റാണ്. സഹായം തേടൽ ഇബാദത്തല്ല. എല്ലാ സഹായം തേടലും ഇബാദത്തല്ല. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇബാദത്ത് എന്നാണ് അർത്ഥമെന്ന് ചില വിവരമില്ലാത്തവരോ വിവരമുണ്ടായിട്ടത് മൂടിവെക്കുന്നവരോ ഇപ്പോൾ വാദിച്ചു നടക്കുന്നു. ഇബാദത്ത് സൃഷ്ടികളോട് പാടില്ല എന്നാണ് നിങ്ങളുടെ വാദം. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സഹായം തേടൽ ഇബാദത്താണ്, അതുകൊണ്ട് അല്ലാഹുവിനോട് പാടില്ല എന്നത്. എന്നെ തെറ്റാണ്. സഹായം തേടൽ ഇബാദത്തല്ല.
എല്ലാ സഹായം തേടലും വിവാദത്തല്ല. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു, സഹായം തേടൽ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ ഉന്നയിച്ച ആരോപണം. അത് തെറ്റിപ്പറഞ്ഞതല്ല, മനഃപൂർവ്വം തന്നെയാണ്. ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സഹായം തേടൽ പ്രാർത്ഥന തന്നെയാണ്. അതിലാർക്കാ തർക്കം? മുജാഹിദികൾ ഇന്നും പറയുന്നു. ഇനി പ്രാർത്ഥന എന്നുള്ള പദത്തെ പറ്റി ചർച്ച ചെയ്യണോ? ഈ ആളുകൾക്ക് തന്നെ എന്താ നടത്തണമെന്ന് മനസ്സിലായിട്ടില്ല. ബഹുമാന്യനായ എം അക്ബർ സാഹിബ് കുവൈത്തിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ ഈ ഉള്ളവനും അതേപോലെ തന്നെ സലാം മൗലവി മോങ്ങവും ആ പരിപാടിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന്. അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാർക്കും അറിയാവുന്നതാണ്. സഹായത്തേട്ടമെന്ന് ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ആ സഹായത്തേട്ടം അദൃശ്യമായ രൂപത്തിലുള്ള സഹായത്തേട്ടമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അവിടെ എവിടെയെങ്കിലും ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിൽ, സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിൽ നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി ചോദിക്കാനുള്ളത്, മനുഷ്യരെ മാറ്റി നിർത്തിയതുപോലെ ആലമുൽ ഗൈബിലെ അദൃശ്യ ലോകത്തെ ജിന്നുകളെയോ മലക്കുകളെയോ ഈ സഹായത്തേട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി ഏതെങ്കിലും ഒരു തെളിവുണ്ടോ? ഇല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുക, അള്ളാഹു നിരോധിച്ച, അള്ളാഹുവിന് മാത്രമെന്ന് പറഞ്ഞ ഇസ്തിആനത്ത് തന്നെയാണ് ബാക്കിയുള്ളവരോട് നടത്തുന്നത് എന്നാണ്. അഥവാ ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും നടത്തുന്നത് എന്നാണ്. രണ്ടാമത്, അപ്പോ അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വളരെ കൃത്യമായി വിശദീകരിച്ച സംഗതി എന്താ? ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന്. അപ്പോ അക്ബർ സാഹിബ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വളരെ കൃത്യമായി വിശദീകരിച്ച സംഗതി എന്താ? ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന്. ഈ സൂറത്തുൽ മാഇദയിലെ ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പും മുസ്ലിമീങ്ങൾ തമ്മിൽ, മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം സഹായം ചോദിച്ചിരുന്നില്ലേ? ഉണ്ട്. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ്, പൂർവീക പ്രവാചകന്മാരിൽ പലരും വരുന്നതിന് മുമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര സഹായം, അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആളുകൾക്കിടയിൽ നിലവിൽ നിൽക്കുന്ന ഒന്നാണ്. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന്. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി
പിന്നെ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് ഈ സൂറത്തുൽ മാഇദയിലെ ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പും മുസ്ലിമീങ്ങൾ തമ്മിൽ, മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം സഹായം ചോദിച്ചിരുന്നില്ലേ? ഉണ്ട്. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ്, പൂർവീക പ്രവാചകന്മാരിൽ പലരും വരുന്നതിന് മുമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര സഹായം, അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആളുകൾക്കിടയിൽ നിലവിൽ നിൽക്കുന്ന ഒന്നാണ്. ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി പിന്നെ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന്. ഈ സൂറത്തുൽ മാഇദയിലെ ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പും മുസ്ലിമീങ്ങൾ തമ്മിൽ, മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം സഹായം ചോദിച്ചിരുന്നില്ലേ? ഉണ്ട്. ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി വരുന്നതിന് മുമ്പ്, പൂർവീക പ്രവാചകന്മാരിൽ പലരും വരുന്നതിന് മുമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മനുഷ്യന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര സഹായം, അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ആളുകൾക്കിടയിൽ നിലവിൽ നിൽക്കുന്ന ഒന്നാണ്. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه أما بعد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽപ്പെട്ട അതിപ്രധാനമായ സംഗതിയാണ് മനുഷ്യൻ അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് സംസാരിക്കവേ അള്ളാഹു തന്നെ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവോടുള്ള ഒരു ഉടമ്പടിയായി കൊണ്ടാണ് ഓരോ മുസ്ലിമും ഈ കാര്യം ദിനം പ്രതി അവന്റെ നമസ്കാരത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. അതാണ് സൂറത്ത് ഫാത്തിഹയിലെ إياك نعبد وإياك نستعين എന്ന സൂക്തം. يقول الإمام محمد بن جرير الطبري قال أبو جعفر وتأويل قوله تعالى إياك نعبد أي اللهم نخشع ونذل ونستكين إقرارا لك يا ربنا بالربوبية لا غيرك. قال ابن عباس رضي الله عنه قال جبريل عليه السلام لمحمد صلى الله عليه وسلم قل يا محمد إياك نعبد وإياك نوحد ونخاف ونرجو يا ربنا لا غيرك. ഇവിടെ ഇമാം തബരി റഹിമഹുല്ലാ പറയുകയാണ്, ഇയ്യാക നഅ്ബുദു, അതായത് ഞങ്ങളുടെ രക്ഷിതാവേ നിനക്ക് റുബൂബിയ്യത്ത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഭയഭക്തിയുള്ളവരാവുകയും നിസ്സാരനാകുകയും വിനയം കാണിക്കുകയും ചെയ്യുന്നു. നീയല്ലാത്ത മറ്റുള്ളവർക്കല്ല ഞാൻ അതെല്ലാം അർപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദേ പറയുക, ഞങ്ങളുടെ റബ്ബേ
നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു, നിന്നെ മാത്രം ഏകനാക്കുകയും ഭയപ്പെടുകയും നിന്നിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്നു, നീയല്ലാത്ത മറ്റുള്ളവരിലല്ല ഞാൻ അതെല്ലാം അർപ്പിക്കുന്നത്. قال أبو جعفر ومعنى قوله وإياك نستعين إياك ربنا نستعين على عبادتنا إياك وطاعتنا لك وفي أمورنا كلها لا أحد سواك إذا كان من يكفر بك يستعين في أموره معبوده الذي يعبده من الأوثان دونك ونحن بك نستعين في جميع أمورنا مخلصين لك في العبادة. قال ابن عباس رضي الله عنه وإياك نستعين قال إياك نستعين على طاعتك وعلى أمورنا كلها. ഇവിടെ ഇമാം തബരി റഹിമഹുള്ള പറയുകയാണ്, ഇയ്യാക നസ്തഈൻ എന്നതിന്റെ ആശയം ഞാൻ നിന്നെ ഇബാദത്ത് എടുക്കുന്നതിലും നിന്നോടുള്ള ത്വാഅത്തിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ രക്ഷിതാവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, നീയല്ലാത്ത മറ്റുള്ളവരോടല്ല ഞങ്ങൾ സഹായം തേടുന്നത്. നിന്നെ നിഷേധിക്കുന്നവൻ അവന്റെ കാര്യങ്ങൾക്ക് നീയല്ലാത്ത അവൻ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോടും പടപ്പുകളോടും സഹായം തേടുമ്പോൾ ഞങ്ങൾ നിന്നോടുള്ള ഇബാദത്തിൽ ഇഖ്ലാസുള്ളവരായി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയ്യാക നസ്തഈൻ നിന്നെ വഴിപ്പെടുന്നതിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇനി സഹോദരന്മാരെ, എത്ര കൃത്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ അമാനി മൗലവി റഹിമഹുള്ള ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കണ്ടോളൂ. കേരള നദവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ മുഹമ്മദ് അമാനി മൗലവി ഇയ്യാക നസ്തഈൻ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ചുരുക്കി പറഞ്ഞാൽ ഏതൊരു നിസ്സാര കാര്യത്തിലും അതിനുള്ള എല്ലാ സാഹചര്യവും ചുറ്റുപാടും അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്ന് ലഭ്യമല്ലാത്തതും അള്ളാഹുവിങ്കിൽ നിന്ന് അദൃശ്യമായി മാത്രം ലഭിക്കുന്നതുമായ സഹായമാണ് ഇവിടെ ഉദ്ദേശമെന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്നത്. അദൃശ്യമായ കഴിവ് അള്ളാഹുവിന് മാത്രമാകൊണ്ട് മറ്റാരോടും അതിനപേക്ഷിക്കുന്നത് വ്യർത്ഥമായിരിക്കുമെന്ന് മാത്രമല്ല, അത് തനി ശിർക്ക് കൂടിയാണ് താനും. അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന് അള്ളാഹു പറഞ്ഞതും അതുകൊണ്ട് തന്നെ. മലയാളികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമായ ചെറിയ മുണ്ടത്തിന്റെ ഈ പരിഭാഷയിലും നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ആരാധനയും സഹായാർത്ഥനയും അഭേദ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യർ വിവിധ വ്യക്തികളെയും ശക്തികളെയും ആരാധിച്ചു പോന്നിട്ടുള്ളത് ആരാധ്യനിൽ നിന്ന് അഭൗതികമായ രീതിയിൽ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. പ്രപഞ്ചനാഥനല്ലാത്ത ആരിൽ നിന്ന് അഭൗതികമായ സഹായം പ്രതീക്ഷിക്കുന്നതും അതിനായി പ്രാർത്ഥിക്കുന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവത്വത്തിന് വിരുദ്ധമത്രേ. യുവത പുറത്തിറക്കിയ ചെറിയ മുണ്ടത്തിന്റെ ഈ പുസ്തകത്തിലും വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട്. ഷബാബിൽ മുമ്പ് പ്രസിദ്ധീകരിച്ച ചോദ്യോത്തരങ്ങൾ സമാഹരിച്ച് 2005 മെയ്യിൽ യുവത പുറത്തിറക്കിയ നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ 77-ാമത്തെ പേജിൽ ഇയ്യാക നഅ്ബുദുവിൽ 2 തരം തവസ്സുലോ എന്ന ചോദ്യത്തിന് മറുപടിയായി ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എഴുതുന്നു, ഇയ്യാക നഅ്ബുദു എന്ന വാക്കിന്റെ അർത്ഥം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു അഥവാ മറ്റാരെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ്. വ ഇയ്യാക നസ്തഈൻ എന്ന വാക്യത്തിന്റെ അർത്ഥം നിന്നോട് മാത്രം ഞങ്ങൾ സഹായത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ്. അഥവാ നീയല്ലാത്ത ആരോടും ഞങ്ങൾ സഹായത്തിനായി പ്രാർത്ഥിക്കുന്നില്ല എന്ന്. 2012 മാർച്ചിൽ ഇസ്ലാഹി പ്രസ്ഥാനം പുറത്തിറക്കിയ ഒരു മാസികയിലും അബ്ദുൽ ഖാദർ എന്ന ലേഖകൻ ഇതേ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അബ്ദുൽ ഖാദർ കരുവമ്പയിൽ 2012 മാർച്ചിലെ ഇസ്ലാഹ് മാസികയിൽ പ്രാർത്ഥനയും നിർവചനങ്ങളും പുതിയ വസ്വാസുകളും എന്ന ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. മുജാഹിദ് പണ്ഡിതരിൽ ശിർക്കാരോപിച്ച് സംഘടനയെ പിളർത്തുക എന്ന ഗൂഢോദ്ദേശത്തോടെ അബ്ദുറഹ്മാൻ സലഫി നിയോഗിച്ച
KKP അബ്ദുള്ള എന്ന മടവൂരിച്ചാരന്റെ പിഴച്ച വാദങ്ങൾക്ക് മറുപടിയായാണ് അദ്ദേഹം ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. പ്രസ്തുത ലേഖനത്തിൽ കരുവമ്പയിൽ എഴുതുന്നു, ഖുർആനിലെ പ്രഥമാധ്യായമാണല്ലോ സൂറത്തുൽ ഫാത്തിഹ. അതിൽ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിലെ സഹായത്തേട്ടം പ്രാർത്ഥനയാണ്. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് മേൽവാക്യത്തിന്റെ അർത്ഥം. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം എന്ന് വീണ്ടും കരുവമ്പൊയിൽ സ്ഥാപിക്കുന്നുമുണ്ട്. ഏത് കുട്ടിക്ക് പോലും നിഷ്പ്രയാസമായി മനസ്സിലാക്കാൻ കഴിയുന്ന തൗഹീദിന്റെ ബാലപാഠമാണിത്. ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിജീവികളുടെ കോട്ടക്കൊട്ടത്തളത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ തൗഹീദ് പറയാൻ ഏത് ചെറിയ കുട്ടിക്കും കഴിയുമെന്നുള്ളത് കൊണ്ട് തൗഹീദിനെ കുറിച്ചുള്ള തൗഹീദുൽ ഉലൂഹിയത്തിലുള്ള പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയങ്ങളെ പച്ചയായി മനസ്സിലാക്കിയ ഒരു മുജാഹിദ്, ആ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ആശയങ്ങളിൽ ഒരു സംശയവുമില്ല. ഏതൊരു കുട്ടിക്കും ആരുടെ മുന്നിലും തുറന്നു സംസാരിക്കാൻ കഴിയുന്ന ഈ ഒരു വിഷയത്തിലാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന പല സംഘങ്ങൾക്കും പണ്ഡിതന്മാർക്കും തെറ്റ് പറ്റിയിട്ടുള്ളത്. ഇസ്ലാമിനെ തെറ്റായി ചിത്രീകരിക്കുന്നതിലേക്ക് ഇത്തരം കക്ഷികളെ കൊണ്ടെത്തിച്ചത് തൗഹീദിന്റെ അക്കക്കാമ്പ് വിളിച്ചറിയിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് മനസ്സിലാക്കിയതിൽ വന്ന അബദ്ധമാണ്. ഇക്കാര്യത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് അനസ് മുസ്ലിയാർ സംസാരിക്കുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. അല്ലാഹുവേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് എന്ന് എല്ലാ നമസ്കാര വേളയിലും പടച്ചവനോട് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട, അത് പറയുമ്പോൾ ഉണ്ടാവേണ്ട മാനസികാവസ്ഥ എന്തായിരിക്കണം? മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം അവിടെ വിശദീകരിച്ചു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനെ വിശദീകരിച്ചപ്പോ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അവിടെ പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ? ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത് നാഥാ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട മാനസികാവസ്ഥ 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു മരിച്ചു പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാനസികാവസ്ഥയായിരിക്കണം. ഇബ്രാഹിം നബിയുടെ ഏത് അവസരത്തിലുള്ള മാനസികാവസ്ഥ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിനായി കടന്നു വന്നപ്പോ, ഈ തൗഹീദിന്റെ പ്രബോധകനായി രംഗത്ത് വന്നപ്പോ ആ നാട്ടിലെ ആളുകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ തിരിയുകയും ആകാശം മുട്ടെ ആളിക്കത്തുന്ന തിക്കുണ്ടാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കരിക്കുവാൻ വേണ്ടി ഒരുക്കുകയും ചെയ്ത ആ സന്ദർഭം, അവസാനം ആകാശം മുട്ടെ ആളിക്കത്തുന്ന തീനാളത്തിന്റെ മുന്നിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് നിർത്തിയ ആ സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യമെന്നറിയുമോ? എന്തെങ്കിലും സഹായം നിനക്ക് ആവശ്യമുണ്ടോ? താങ്കളെന്ന് പറയുകയാണെങ്കിൽ ഈ തീ ഞാൻ കെടുത്തിക്കളയാം, താങ്കളെന്ന് പറയുകയാണെങ്കിൽ താങ്കളെ കരിക്കുവാൻ കൊണ്ടുവന്ന ഈ നാട്ടിലുള്ള ജനങ്ങളെ ഞാൻ നശിപ്പിച്ചു തരാം, താങ്കൾക്ക് ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടോ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോ, ജിബ്രീലിനോട് സഹായം തേടാനുള്ള എല്ലാ അനുവാദവും ഉണ്ടായിരുന്നിട്ട് പോലും ജിബ്രീലിനോട് ശരി നീ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ തെറ്റല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് പറഞ്ഞ മറുപടി ഫഅമ്മാ ഇലൈക ഫലാ ഹസ്ബിയല്ലാഹ്, ജിബ്രീലേ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ ഏതൊരു നാഥന്റെ മാർഗത്തിലാണോ ഇറങ്ങിയിട്ടുള്ളത്, ഏതൊരു നാഥന്റെ വഹദാനിയത്താണോ ഞാൻ വാദിക്കുന്നത്, ഏതൊരു റബ്ബിന്റെ മാർഗത്തിലാണോ ഞാൻ പ്രവർത്തിക്കുന്നത്, ആ റബ്ബിന്റെ സഹായമല്ലാതെ നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീലിനെ മടക്കി അയച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ സമയത്തുണ്ടായ മാനസികാവസ്ഥ,
ആ മാനസികാവസ്ഥയായിരിക്കണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമസ്കാര വേളയിൽ പറയുന്ന ഒരു മുസൽമാൻ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്രയും വ്യക്തമാണ് കാര്യം, അത്രയും വ്യക്തമാണ് യാഥാർത്ഥ്യം. എങ്കിൽ സഹോദരങ്ങളെ, ഈ മഹത്തായ വാചകത്തോട് പോലും ഇന്ന് ആളുകൾക്ക് പുച്ഛമാണ്. ആർക്കാണ് പുച്ഛം? നമ്മുടെ സമുദായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മെമ്പർമാർക്ക്, നമ്മുടെ സമുദായത്തിലെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് ഈ ആയത്തിനോട് പോലും പുച്ഛം. കാരണം ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നല്ലാതെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നർത്ഥം പറയാൻ പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് പിഴച്ചുപോയ ഖുബൂരികളെ കുറിച്ചാണ് അനസ് മുസ്ലിയാർ ഇവിടെ സംസാരിച്ചത്. എന്നാൽ അതേ ആയത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനക്കും തെറ്റുപറ്റിയിട്ടുള്ളത്. അക്കാര്യം അതേ അനസ് മൗലവി തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുക. ഇയ്യാക നഅ്ബുദു എന്ന ചോദ്യം, ആ ചോദ്യം വരുമ്പോൾ അവിടെ അള്ളാഹുവിനെ മാത്രം അനുസരണം, അള്ളാഹുവിനെ മാത്രം ആരാധന, അള്ളാഹുവിനെ മാത്രം അടിമത്തം, ഇത് പറയുമ്പോൾ അല്ലാത്തവരെ അനുസരിക്കുന്നില്ലേ, അതുപോലെ തന്നെ അല്ലാഹുവല്ലാത്തവർ കടിമവേല ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ജമാഅത്തെ ഇസ്ലാമി ഒരുക്കമല്ല. നേരെ മറിച്ച് മറുപടി ഞങ്ങൾ പറഞ്ഞു തരാം. അതെങ്ങനെ? ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സുന്നികൾ ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്താണ് അവർക്ക് മറുപടി പറയുന്നത്? അതാണ് ഇയ്യാക നഅ്ബുദുവിൽ അള്ളാഹുവിനെ മാത്രം അനുസരണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്നാണ്. അതെന്ത് മറുപടിയാണ് സുഹൃത്തെ? അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരാറുണ്ട്. അത് അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അനുസരിക്കേണ്ടതല്ലേ? അധ്യാപകരനുസരിക്കേണ്ടതല്ലേ? ഗുരുനാഥന്മാരനുസരിക്കേണ്ടതല്ലേ? കൂടുതൽ പ്രായമുള്ളവരനുസരിക്കേണ്ടതല്ലേ? സുഹൃത്തുക്കൾ അനുസരിക്കാറില്ലേ? അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്ന് പറയുന്നത് അബദ്ധമല്ലേ? അത് ശിർക്കാവുമോ? ഇതാണ് മുജാഹിദ് സഹോദരന്മാർ സാധാരണഗതി ചോദിക്കാറുള്ള ചോദ്യം. ഉമർ മൗലവി സാഹിബ് ഈ ചോദ്യം പലതവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തിന്റെ സെൽസബിയിൽ 20-30 തവണ ഇതേ ചോദ്യം വായിക്കേണ്ടി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? ഇതേ കാര്യം പറയുകയാണെങ്കിൽ വയ്യാക നസ്തഈൻ എന്നതിനെ കുറിച്ച് എന്ത് പറയേണ്ടി വരും? അല്ലാഹുവേ ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു എന്നതിന് തൊട്ടുടനെയുള്ളത് എന്താണ്? അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ യാഥാസ്ഥിതികരായ മുസ്ലിം താർക്കികന്മാർ ചോദിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ശിശു സഹജമായ ദൗർബല്യമാണ്. അവർ ചോദിക്കും, നിങ്ങൾ ഉമ്മയോട് സഹായം തേടാറില്ലേ? ബാപ്പയോട് സഹായം തേടാറില്ലേ? അധ്യാപകരോട് സഹായം തേടാറില്ലേ? പോലീസുകാരോട് സഹായം തേടാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറയാൻ നിർബന്ധിതരാകുന്നു, അഭൗതികമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ അള്ളാഹുവോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന്. അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്നതാണ് വയ്യാക നസ്തഈൻ എന്നതിന് താല്പര്യമെങ്കിൽ, അത് പറയുമ്പോൾ കുതർക്കികളായ ആളുകൾ ശിശു സഹജമായ ദൗർബല്യത്തോടുകൂടി ചോദിക്കാറുണ്ട്, മാതാപിതാക്കളോടും മറ്റുള്ളവരോടും സഹായം തേടാറില്ലേ എന്ന്. അപ്പോൾ മുജാഹിദ് സഹോദരന്മാർ പറയാൻ നിർബന്ധിതരാകുന്നു, അമാനുഷികമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമായ മാർഗത്തിലൂടെ ഗുണം പ്രതീക്ഷിച്ചും ദോഷം ഭയന്നുകൊണ്ടും അള്ളാഹുവോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന്. ഇത് തന്നെയാണ് പ്രശ്നം. എന്ത് മറുപടിയാണ് സുഹൃത്തെ? ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോൾ ആ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് സഹായം തേടാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാമെന്ന ആശയത്തിന് വിരുദ്ധമാണ് എന്ന് വാദമുണ്ടെങ്കിൽ ആ വാദം ഉന്നയിച്ചാൽ കൃത്യമായി ഇതിന് മറുപടി പറഞ്ഞു തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. അവിടെ ഇയ്യാക നസ്തഈൻ നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും അതിന്റെ വിശദീകരണം എന്താണെന്നും പ്രമാണയുക്തം സമർത്ഥിക്കുവാനും തെളിയിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. തെളിയിച്ചിട്ടുണ്ട്, തെളിയിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞിടത്ത് അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് മാനദണ്ഡത്തിൽ, ഏത് നിലയിൽ, ഏത് അടിസ്ഥാനത്തിൽ ആണ് അത് നാം മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിനെ മാത്രം അനുസരണം എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽ അള്ളാഹുവിനെ മാത്രം അനുസരണം, എങ്ങനെ മനസ്സിലാക്കണം അത് പറയണം. കാരണം ഇത് ഇബാദത്തിന്റെ വിഷയമാണ്. എന്റെയും നിങ്ങളുടെയും സ്വർഗവും നരകവും തീരുമാനിക്കുന്ന വിഷയമാണ്. ഇത് കേവലം നിസ്സാരമായൊരു വിഷയമല്ല. ഈ അള്ളാഹുവല്ലാത്തവർ കടിമവേല സമർപ്പിക്കും. ആ അള്ളാഹുവല്ലാത്തവർ കടിമവേല സമർപ്പിച്ചാൽ അത് തെറ്റാണെന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ മാത്രമേ അടിമവേല പാടുള്ളൂ എന്ന് പറയുമ്പോൾ, അത് ഇയ്യാക നഅ്ബുദുവിന്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് എന്ന് പറയുമ്പോൾ ഏത് മാനദണ്ഡത്തിലാണ് സുഹൃത്തെ അത് മനസ്സിലാക്കേണ്ടത്?
മനസ്സിലാക്കേണ്ടത്, അത് വിശദീകരിക്കേണ്ടത് അല്ലാത്തവർക്ക് അടിമവേല നടത്തിയാൽ ശിർക്കാകും എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? അതോ അടിമവേല ഇസ്ലാമിക സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടോ? ഈ ജാതി ചർച്ചകളൊക്കെ ആവശ്യമായി വരും. ആ ചർച്ചകളിൽ നിന്ന് കുതറിമാറാൻ, ഒഴിഞ്ഞു മാറാൻ ഇയ്യാക നസ്തഈന് അർത്ഥം പറയുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് മറുപടി പറയുമോ ആ മറുപടിയാണ് ഇവിടെയും ഫിറ്റാക്കേണ്ടത് എന്ന അഴകുടമ്പൻ നയമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് വരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെയും അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. മുജാഹിദ് കേരളത്തിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ സമയവും ഊർജവും ഈ കാര്യം മാത്രം പഠിപ്പിക്കാൻ ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. എന്തിനേറെ ആയുഷ്കാലം മുഴുവൻ ഇതിനായി ധർമ്മസമരത്തിൽ പോരാടിയ മഹത്തുക്കൾ കേരളത്തിൽ മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ തൗഹീദി പ്രസ്ഥാനത്തിന്റെ അഭിമാനം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ചില ആളുകൾ പോലും ഇന്ന് ദുർവ്യാഖ്യാനത്തിന്റെ ചളിക്കുണ്ടിൽ ഇതേ ആയത്തിന്റെ വിഷയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. വളരെ സങ്കടത്തോടു കൂടി അത്തരം ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായി ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഈ കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാർക്കും അറിയാവുന്നതാണ്. സഹായത്തേട്ടമെന്ന് ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ആ സഹായത്തേട്ടം അദൃശ്യമായ രൂപത്തിലുള്ള സഹായത്തേട്ടമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അവിടെ എവിടെയെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്തിൽ, സ്വഹീഹായ ഏതെങ്കിലും ഒരു ഹദീസിൽ നമുക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടു കൂടി ചോദിക്കാനുള്ളത്, മനുഷ്യരെ മാറ്റി നിർത്തിയതുപോലെ ആലമുൽ ഗൈബിലെ അദൃശ്യ ലോകത്തെ ജിന്നുകളെയോ മലക്കുകളെയോ ഈ സഹായത്തേട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായി ഏതെങ്കിലും ഒരു തെളിവുണ്ടോ? ഇല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുക, അള്ളാഹു നിരോധിച്ച, അള്ളാഹുവിന് മാത്രമെന്ന് പറഞ്ഞ ഇസ്തിആനത്ത് തന്നെയാണ് ബാക്കിയുള്ളവരോട് നടത്തുന്നത് എന്നാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാതൃകയെ കുറിച്ച് തുടക്കത്തിൽ അനസ് മുസ്ലിയാർ പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ അതൊന്നുകൂടി നമുക്ക് കേൾക്കാം. ആകാശം മുട്ടെ ആളിക്കത്തുന്ന തീനാളത്തിന്റെ മുന്നിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് നിർത്തിയ സമയത്ത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യമെന്നറിയുമോ? എന്തെങ്കിലും സഹായം നിനക്ക് ആവശ്യമുണ്ടോ? താങ്കളെന്ന് പറയുകയാണെങ്കിൽ ഈ തീ ഞാൻ കെടുത്തിക്കളയാം. താങ്കളെന്ന് പറയുകയാണെങ്കിൽ താങ്കളെ കരിക്കുവാൻ കൊണ്ടുവന്ന ഈ നാട്ടിലുള്ള ജനങ്ങളെ ഞാൻ നശിപ്പിച്ചു തരാം. താങ്കൾക്ക് ഈ രൂപത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടോ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോ ജിബ്രീലിനോട് സഹായം തേടാനുള്ള എല്ലാ അനുവാദവും ഉണ്ടായിരുന്നിട്ട് പോലും ജിബ്രീലിനോട് ശരി നീ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ തെറ്റല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ പോലും ജിബ്രീലിനോട് സഹായം തേടാനുള്ള എല്ലാ അനുവാദവും ഉണ്ടായിരുന്നിട്ട് പോലും ജിബ്രീലിനോട് ശരി നീ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ തെറ്റല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ പോലും ഇവിടെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമയോട് ചോദിച്ചാൽ തെറ്റില്ലാത്ത സാഹചര്യം എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണ്?
അല്ലാഹു അല്ലാത്ത ആരോട് ചോദിച്ചാലും അത് ശിർക്കാണെന്ന തത്വത്തിൽ നിന്നും മനുഷ്യനെ മാത്രമാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് എന്ന പുതിയ നിയമം ഇവിടെ പൊളിയുകയല്ലേ സഹോദരന്മാരെ? ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന്